ഓൾജിൻസ് കോക്ക് യൂത്ത് തമിഴ് സിനിമയാണ്. റൈറ്റർ ഡയറക്ടർ കെൻ കരുണാസ്, തമിഴ് നടൻ കരുണാസിൻ്റെ മോനാണ്. അത് മാത്രമല്ല ഇദ്ദേഹം ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് തന്നെ അഭിനയിച്ച് വന്നിട്ടുള്ള ഒരാളാണ്. വെട്രിമാരൻ സിനിമകളിൽ ഉണ്ടായിട്ടുണ്ട്, അസുറിലുണ്ട്, ഇളയമോനായിട്ട്, പിന്നെ വിടുതലൈ ടൂലുണ്ട്, പിന്നെ ധനുഷിൻ്റെ ചെറുപ്പകാലം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇദ്ദേഹം വളരെ മൾട്ടി ടാലൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. സിംഗറാണ്, ലിറിസിസ്റ്റാണ്, കമ്പോസറാണ്. അപ്പോൾ 25 വയസ്സുള്ളൂ കക്ഷിക്ക്. 25ാമത്തെ വയസ്സിൽ ഒരു അടിപൊളി എൻ്റർടൈനർ. സംഭവം ക്ലീശയാണ്. ഇങ്ങനെ 100 കണക്കിന് സിനിമകൾ നമ്മൾ കണ്ടു കാണും. ബട്ട് സ്റ്റിൽ ഒരു 2 മണിക്കൂർ 22 മിനിറ്റ് തിയേറ്ററിൽ ഇരുന്നിട്ട് ആഹാ എന്താ രസം. ഒരു നല്ലൊരു വൈബിൽ ഇങ്ങനെ കണ്ട് പിന്നെ അവസാനം കുറച്ച് ഒരു ഫാമിലി ഇമോഷണൽ ഡ്രാമയുണ്ട്. ബേസിക്കലി ഇതൊരു പിന്നെ റൊമാൻറ്റിക് കോമഡിയാണ്. എങ്കിലും അവസാനം ആകുമ്പോഴേക്കും അവസാനത്തെ 1/2 മണിക്കൂർ ഫാമിലി ഡ്രാമ. പക്ഷെ അതും കണക്റ്റഡ് ആണ്. പിന്നെ എടുത്തു പറയേണ്ടത് GVP. അതായത് അങ്ങനത്തെ ഒരു മ്യൂസിക് ഡയറക്ടറെ കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ ആ പടം എന്ത് കേട്ടുമായിട്ട് അത് എലിവേറ്റ് ചെയ്യുന്ന സിനിമയെ. കിട്ടില്ല സോങ്സ്, കുത്തു സോങ്, റൊമാൻറ്റിക് സോങ്ങിനകത്ത്, പിന്നെ സ്ലോ നമ്പറിനാണെങ്കിൽ അത്, പിന്നെ ഓഫ് കോഴ്സ് ഒറിജിനൽ സ്കോർ. GVP ഷോ. DOP വിക്കി, എഡിറ്റർ നാഷ്. നല്ല, അതായത് ഈ പടത്തിന് മൂഡ് അനുസരിച്ചുള്ള പരിപാടിയാണ് രണ്ടുപേരും കൂടി ചെയ്തു വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൻ്റെ ലെൻസിങ്ങും കാര്യങ്ങൾ, കോമഡി വരുമ്പോഴങ്ങനെ, ഫൈറ്റ് വരുമ്പോഴങ്ങനെ, സോങ്സിൽ അങ്ങനെ, പിന്നെ എഡിറ്റിംഗ് ഒക്കെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള എഡിറ്റിംഗ് പരിപാടിയാണ്. അതുകൊണ്ട് അങ്ങനെ മൊത്തത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് നല്ല രസമാണ് പടം കണ്ടിരിക്കുക. 3 നായികമാരാണുള്ളത്. അനിഷ്മ അനിൽകുമാർ, പിന്നെ മീനാക്ഷി ദിനേശ്, പ്രിയദർശിനി യാദവ്. അനിഷ്മ അനിൽകുമാറിനെ അറിയാലോ, അയാം കാതലൻ, മരണമാസിലൊക്കെ നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ള നടി. ഈ അടുത്ത് റോസ്ലിനുണ്ടായിരുന്നു സഹനടിയായിട്ട്. പിന്നെ മീനാക്ഷി ദിനേശ് ഇരട്ടയിൽ ഉണ്ടായിട്ടുള്ള നടി, ജോജുവിൻ്റെ മോളായിട്ട്. പിന്നെ മറ്റേത് വേറെ നോർത്ത് ഇന്ത്യൻ നടിയാണ്. ഇതിൽ ഫസ്റ്റ് ഹാഫിൽ മറ്റ് 2 പേരും, സെക്കൻഡ് ഹാഫിൽ അനിഷ്മയാണ്. അതുകൊണ്ടാണ് അനിഷ്മ ലീഡ് റോളിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് സ്ഥിരം ഞാൻ പറഞ്ഞില്ലേ, ഓരോ സമയത്ത് ഇത് +2 ആണ്. 2016 കഥാനായകനായിട്ടുള്ള കെൻ പഠിക്കുന്ന +2ലാണ്. അപ്പോൾ +2ൻ്റെ ആ ഒരു ആംബിയൻസിൽ അങ്ങനത്തെ ഞാൻ പറഞ്ഞു ഇത് ചിമ്പ് മുതൽ ധനുഷ് മുതൽ നമ്മുടെ ഇപ്പോഴത്തെ കക്ഷിയുണ്ടല്ലോ പ്രദീപ് രംഗനാഥൻ. അതായത് ആ ഒരു കൈൻഡ് ഓഫ് നമുക്കൊരു ബോയ് നെക്സ്റ്റ് ഡോർ, വളരെ ഇന്നസെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന, വളരെ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ബോയ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാർക്ക് പ്രായമുണ്ട്. 25 വയസ്സ് ഇദ്ദേഹത്തിനുണ്ട്. മീനാക്ഷിക്ക് 27 വയസ്സുണ്ട്. പക്ഷേ വളരെ കറക്റ്റ് +2, 17 വയസ്സ് പ്രായം മാത്രമേ നമുക്ക് ഇതിൽ തോന്നിക്കുള്ളൂ. എല്ലാ കൂടെയുള്ള പിയർ ഗ്രൂപ്പിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെയാണ്. അല്ലാതെ ഈ പിന്നെ എരുമമാടിനെ പോലത്തെ ആൾക്കാരെ പിടിച്ചിട്ട് +2ൽ അങ്ങനെ ആക്കിയ പോലത്തെ അങ്ങനെ കുറേ പടങ്ങളുണ്ടല്ലോ. ഇപ്പം കുറവാണെങ്കിലും അപ്പം അങ്ങനെയല്ല. അപ്പോൾ ആ ഒരു വൈബാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഫാമിലി കൊണ്ട് എടുത്തു പറയേണ്ടത് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട്. കിട്ടില്ല പെർഫോമൻസ്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ലെവലിനെ കുറിച്ച് മലയാളീസിൻ്റെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ തമിഴിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അവർക്കത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. ഇദ്ദേഹം ഇനി തമിഴിൽ ഒരു കാച്ചും ഒരു കീച്ചും സുരാജേട്ട ഉറപ്പാണ്. കാരണം അദ്ദേഹം ഓൾറെഡി പിന്നെ കുറേ സിനിമകളിൽ അഭിനയിച്ചു ഇപ്പോൾ തമിഴിൽ. ഇനി ജയിലർ 2 വരാനുണ്ട്. അപ്പോൾ ഇതിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, അതായത് ഒരു സാധാരണക്കാരായിട്ടുള്ള അച്ഛൻ, ഡ്രങ്കാർഡാണ്, പിന്നെ നല്ല കോമഡി ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു ഓളത്ത് പോകുന്നു. പക്ഷെ അവസാനത്തെ 1/2 മണിക്കൂറുണ്ടല്ലോ സുരാജേട്ടൻ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ പെർഫോമൻസ് ലെവൽ കാണിക്കുള്ള സ്പേസ് പുള്ളിക്ക് കിട്ടി. അദ്ദേഹം തന്നെയാണ് ഡബും ചെയ്തിരിക്കുന്നത്. കിട്ടലം പെർഫോമൻസ് സുരാജേട്ടൻ്റെ ഭാര്യയായിട്ട്, കെൻ്റെ അമ്മയായിട്ട് ദേവദർശിനി, അവർ നല്ല പെർഫോമൻസ് ആണ്. പിന്നെ പഴയകാല നടി നമ്മുടെ നളിനി, അവർ പ്രിൻസിപ്പളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇത്രയും പേരുള്ള നായികമാർ 3 പേരും കിട്ടലം പെർഫോമൻസ് ആണ്. പിന്നെ നായകൻ്റെ ഭാഗത്ത് ഒരു തടിയനായിട്ടുള്ള ഒരു റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാവുമല്ലോ, തടിയനായിട്ടുള്ള ഒരു കക്ഷി. നായികയുടെ ഭാഗത്ത് അല്ലെങ്കിൽ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഫാറ്റി റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള അത് അങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് അങ്ങനെയാണ് സാധാരണ ക്യാരക്ടേഴ്സിനെ എഴുതി ഉണ്ടാക്കുന്നത്. അത് കോമഡിക്ക് വേണ്ടിയിട്ടും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, സിനിമയുടെ ഒരു നീഡാണ്. അങ്ങനെ പിന്നെ അല്ലാതെ ടിപ്പിക്കൽ ക്യാമ്പസിലുണ്ടാകുന്ന ഫൈറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ അതല്ല, ഇത് സിനിമ തുടങ്ങി ഒരു ഫാമിലി ഇമോഷണൽ അവിടെ ഓൾറെഡി അതിനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ ഈ ക്യാമ്പസിലെ കോമഡി, പ്രണയം. പിന്നെ ഇവനൊരു വികാരജീവിയാണ്. കെന്ന് ചെയ്ത കഥാപാത്രം ഒരു വികാരജീവിയാണ്. അപ്പോൾ ഇവന് പെട്ടെന്ന് ഗേൾസിനെ കാണുന്ന ഇളകും, പെട്ടെന്ന് പ്രണയരോഗ്യം. അപ്പോൾ അങ്ങനെ വന്ന് ഇങ്ങനെ മാറി വരുന്ന 3 ഗേൾസ്, അതിനിടയ്ക്ക് ഉണ്ടാവുന്ന കോമഡീസ്, റൊമാൻസ്, പിന്നെ അത് അങ്ങനെ വന്ന് അങ്ങനെ പോയേക്കുക. അപ്പോൾ അവരവസാനം ഒരു പാരൻസിൻ്റെ ഒരു സാധനമൊക്കെ ഒരു മെസ്സേജ് പോലെ ഡെഡിക്കേറ്റഡ് ടു ഓൾ പാരൻസ് ഒക്കെ കാണിക്കുന്നത്. അപ്പം അതിന് കുറച്ചൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്. ടോക്സിക് പാരൻറ്റിങ് ആണോ അല്ലയോ എന്നുള്ളതൊക്കെ ഒരു ഡിസ്കഷൻ്റെ ഭാഗമാണ്. പക്ഷേ അതൊന്നും സിനിമയിൽ കാണുമ്പോൾ ചിന്തിക്കാനുള്ള ഒരു സ്പേസ് ഇല്ല.
അത്രയും ഫാസ്റ്റായിട്ട് അത്രയും എൻഗേജിങ് ആയിട്ട് പോകുന്ന ഒരു സിനിമ ഒരു ഒട്ടും പ്രതീക്ഷയില്ലാതെ അങ്ങനെ, കാരണം ഇദ്ദേഹത്തിന് ആദ്യത്തെ സിനിമയാണല്ലോ കെന്നൻ്റെ, അപ്പം അങ്ങനെ വെറുതെ കാര്യം കണ്ടതാ. പക്ഷെ അടിപൊളി എൻ്റർടൈനർ. 2 മണിക്കൂർ 22 മിനിറ്റ് കംപ്ലീറ്റ്ലി വർത്ത് വാച്ചിങ്. ഞാൻ തമിഴ് ഓഡിയൻസിലൂടെയാണ് കണ്ടിട്ടുള്ളത്. തിയേറ്റർ മൊത്തം നല്ല ഓളായിരുന്നു. കയ്യടിയുണ്ട്, പിന്നെ ചിരിച്ച് മറയുന്നുണ്ട്, ഇമോഷണൽ ആവുന്ന സമയത്ത് നമ്മൾ ഇമോഷണൽ ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ തമിഴിലെ ഇത്ര യങ്സ്റ്റേഴ്സ് എത്ര ക്ലീഷേ ടോപ്പിക് ആയി കഴിഞ്ഞാൽ, എത്ര ക്ലീഷേ സബ്ജക്റ്റ് ആയി കഴിഞ്ഞാൽ അത് വളരെ എൻഗേജിങ് ആയിട്ട് വളരെ എൻ്റർടൈനിങ് ആയിട്ട് എടുത്തു വെക്കുന്നതിൻ്റെ അവരെ ഒരു റേഞ്ചും കഴിവും വേറത്തിന് അത് എടുത്ത് പറയണം. ഇപ്പോൾ അഭിഷാൻ ജീവന്തായി കഴിഞ്ഞാലും, പിന്നെ പ്രദീപ് രംഗനാഥനായി കഴിഞ്ഞാലും, ഇപ്പോൾ കെൻ കരുണാസ് ആയി കഴിഞ്ഞാലും, അത് എത്ര കണ്ടാലും മടുക്കുന്നില്ല. ഇദ്ദേഹം ഒരു ഫ്യൂച്ചർ പ്രൊഡക്റ്റാണ് ഫോർ ഷുവർ. ഇദ്ദേഹം ഭാവി വാഗ്ദാനം. അത് ഡയറക്ടർ എന്ന നിലക്കായി കഴിഞ്ഞാലും ആക്ടർ എന്ന നിലക്കായി കഴിഞ്ഞാലും, കാരണം ഇവർക്കെല്ലാം പ്രായമായല്ലോ. ചിമ്പു, ധനുഷ്, ഇവർക്കെല്ലാം പ്രായമായി. ഞാൻ ആ സ്പേസിലേക്ക് അങ്ങനെ കയറി വരാൻ പറ്റിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അതിനുള്ള നല്ല 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 കഴിവുള്ള ഒരു കക്ഷിയാണ് കെൻ.